ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ തൊട്ട വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. ഞാനും അമ്മയും ചേച്ചിയും കൂടെയാണ് പരിപാടിക്ക് പോകുന്നത്. പിറന്നാൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങൾ അതിൽ കയറി ഗുരുവായൂർക്കാണ് ആദ്യം പോയത്. ഇന്ന് ഞങ്ങൾ മൂന്നാളും ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ കിഴക്കേ നടയിലെത്തിയിട്ടോ. ഇവിടുന്നാണ് കുട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കുന്നത്. നല്ല സെറ്റ് മുണ്ടുകളുടെ കളക്ഷനുള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ കേരള എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് പോയത്. കുട്ടികളുടെ കളക്ഷനൊക്കെ മുകളിലാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും മുകളിലേക്ക് കയറി. കൂടെ സ്റ്റാഫായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അവിടെയുള്ള നല്ല കളക്ഷൻസൊക്കെ നമ്മളെ കാണിച്ചു കേട്ടോ. നല്ല കുഞ്ഞുടുപ്പുകളും മിഡി പോലെയുള്ള ഡ്രസ്സുകളും ബനിയനും ട്രൗസറും പോലെയുള്ള കുറേ ഡ്രസ്സുകൾ, അങ്ങനെ കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തന്നു. അതിൽ അമ്മ ഇപ്പോൾ എടുത്ത് നോക്കുന്ന ഈ ഡ്രസ്സ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു. ഈ ആകാശനീല കണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കി വെച്ചു. അതുപോലെ തന്നെ ആ റെഡ് ഉടുപ്പും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ആ ഓറഞ്ച് മിഡിയും ടോപ്പും ആ റെഡ് ഉടുപ്പുമായിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ സ്റ്റാഫിന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. കടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വേറൊരു ചോയ്സായിട്ട് സെറ്റിൻ്റെ ഉടുപ്പുകളും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സെറ്റിൻ്റെ ഒരു പട്ടുപാവാടയും പിന്നെ നേരത്തെ കണ്ട ഓറഞ്ച് മിഡി ടോപ്പില്ലേ, അതും കൂടിയാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. ഈ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിറന്നാൾ നടത്തുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. പഞ്ചാരമുക്ക് സെൻറ്ററിലുള്ള IMA ഹാളിൽ വെച്ചിട്ടായിരുന്നു പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സുന്ദരി സായ. ആളിതോ താഴെ എല്ലാവരുടെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി. നല്ല ഭംഗിയുള്ള ഫ്രോക്കാലോ. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാവുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്വാതിച്ചി. പിന്നെ അമ്മ അവിടെ ചന്ദ്രേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും കേക്ക് കട്ട് ചെയ്ത കേക്ക് നമുക്ക് കഴിക്കാൻ തന്നു. അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനാണ് ചന്ദ്രേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചത്. ഇവിടെ ബിരിയാണി ആയിരുന്നു ഭക്ഷണമായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഗോതമ്പ് പായസമാണ് ഉണ്ടായിരുന്നത്. 2ഉം അടിപൊളിയായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ പതിവ് പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചെറിയ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് ഒരുപോലത്തെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം കല്യാണം അടിസയിലുണ്ടായപ്പോൾ പോയി എടുത്തതാണ് ഈ ചുരിദാർ. നല്ല ഭംഗിയുണ്ടാവില്ലേ. ഈ ഹാളിൻ്റെ അവിടുന്ന് നടക്കാനുള്ള ദൂരേ ഞങ്ങളുടെ വീട്ടിലേക്കേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വീട്ടിലേക്ക്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേനും കുറേ നേരം കാണാതിരുന്നതിന്റെ വിഷമം അവളെ ഈ സ്നേഹപ്രകടനം കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. ഇതാ ഇപ്പൊ ചേച്ചിയുടെ മടിയിലിരിക്കുക. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മഴയും പെയ്തു. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ.